ഞങ്ങളുടെ സ്കൂളിൻ്റെ ഒരു പ്രത്യേകത ഇതാട്ടോ, നല്ല സ്നേഹവും സൗഹൃദവും. സ്കൂളിൽ നിന്ന് പോയ ആളുകളും ഇപ്പോൾ നിലവിൽ വർക്ക് ചെയ്യുന്ന ആളുകളും ട്രാൻസ്ഫർ ആയി പോയ ആളുകളും റിട്ടയർ ചെയ്ത ആളുകളും ഒക്കെ ഇപ്പോഴും മേഴത്തൂരിൻ്റെ എന്താ പറയുക ജീവാത്മാവുകളായിട്ട് പിന്നെ ആ കൂട്ടായ്മ നിലനിൽക്കുന്നുണ്ട്. ഇവിടെ മുമ്പിൽ സെൽഫി എടുക്കുന്നുണ്ട് രണ്ടാൾക്കാർ. ബാക്കിലുള്ള യുവാവ് വരണ്ട, ബാക്കിൽ ഭംഗിയുള്ള ചെറുപ്പക്കാരനുണ്ട്. മുമ്പിൽ സെൽഫി എടുക്കാൻ നിങ്ങൾ സെൽഫി എടുക്കണം എൻ്റെ ചാനലിൽ വരും. അങ്ങനെയാണ് സുഹൃത്തുക്കളെ. കയറിയിട്ടുണ്ട്. ഷഫീല ടീച്ചർ കയറിയിട്ടുണ്ട്. ഷഫീല ടീച്ചർ ഞങ്ങളുടെ സ്കൂളിലെ ഫിസിക്സിന്റെ ടീച്ചറാണ്. ഫിസിക്സിന്റെ കരുത്തയായ ടീച്ചറാണ് ഈ പുറംതിരിഞ്ഞ് നിൽക്കുന്നത്. ഹലോ ഷഫീല ടീച്ചറെ, ഇവിടെ നോക്കി നമ്മുടെ ചാനലിലാണ് ഒരു ഹായ് പറയും. സുന്ദരമായ സിനിമ. ടീച്ചർ സാഹിത്യകാരനായിട്ടുള്ള മാടമ്പിൻ്റെ മകളാണ്. ഞങ്ങളുടെ സഹപ്രവർത്തകയാണ്. ഞങ്ങളുടെ മുത്താണ്. നല്ല അഭിനേത്രി കൂടിയാണ്. കുന്നംകുളത്തിനടുത്തുള്ള ഒരു പെട്രോൾ പമ്പിലാണ് ഇപ്പോൾ. ഇതാണ് സ്മിത ടീച്ചർ. നമ്മുടെ സ്കൂളിൽ ട്രാൻസ്ഫർ ആയിട്ട് ഇപ്പോൾ തൃശ്ശൂർ SP ഓഫീസിൽ ജോലി ചെയ്യുന്ന ആളാണ്. വീഡിയോ ഒക്കെ ഉണ്ട്. ആലുവ പ്രഗതിയിലെത്തിയിട്ടുണ്ട്. എത്തിയിട്ടുണ്ട്. ആരാ ഫോട്ടോ എടുക്കുന്നപ്പോ ആളും കുട്ടികളും കൂടിയൊക്കെ ഭയങ്കര കളിയിലാണ്. ഞങ്ങൾക്ക് ഇനി ഉച്ചഭക്ഷണം കഴിക്കാനുള്ള വീഡിയോ അമ്മ ഉണ്ടോ നോക്കട്ടോ, നിങ്ങളെ നോക്കണേ, നിങ്ങൾ നോക്കണ്ട. ഇതാണ് ആലുവ പ്രഗതി. നമ്മൾ പ്രഗതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഭക്ഷണം കഴിക്കാനുള്ള പരിപാടിയിലാണ്. അത് ചാക്കാട് പൊട്ടി വീണില്ലേ? ഡ്രസ്സൊക്കെ ഞങ്ങളുടെ PTA പ്രസിഡന്റ് പറഞ്ഞ പോലെ എന്ന ബോധ്യത്തോടുകൂടി സംസാരിക്കുന്നു. എന്തായാലും അടുത്ത വർഷം ജൂണിൽ, കഴിഞ്ഞ വർഷം ജൂണിൽ മാറിപ്പോകുമെന്നതിൽ യാതൊരു സംശയമില്ല. ഇപ്പോഴത്തെ അവസ്ഥ നോക്കുമ്പോൾ ചിലത് സൂചിപ്പിച്ചു.
ഏറ്റെടുക്കാനുള്ള സമയം, പാഠം, സന്തോഷം. ഇതിന്റെ ഫോട്ടോ എടുത്തോളൂ. ഒരു ഫോട്ടോ എടുക്കണ്ട. എന്തുവാണ് കുഞ്ഞെ? ബാലമാസം പറഞ്ഞോ? സഹപ്രവർത്തകരെ അംഗീകരിക്കാൻ, സഹപ്രവർത്തകരെ കുറെ കൂടി ഇഷ്ടപ്പെടാനും മനസ്സിൽ ഉറപ്പിച്ചു വന്നത് അവിടെ. ഇവിടെ വന്നു ഒരു രണ്ടാഴ്ച 2-3 കഴിഞ്ഞപ്പോ ഞാൻ വീണ്ടും നിങ്ങളെക്കാട്ടിലൊക്കെ ഇഷ്ടം സ്കൂളിലേക്ക് മാറുകയാണ്, നിങ്ങളെക്കാട്ടിലൊക്കെ ഇഷ്ടം കുട്ടികളെയും മാറുകയാണ്. ഇതൊക്കെ ഒരു വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നി. ഞാൻ എന്തായാലും ഇത് മാറ്റും എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ കുറേ സ്ഥലത്തേക്ക് കൊണ്ടുപോയി കുറേ കാഴ്ചകൾ കാണിച്ചു കൊടുക്കുന്നതല്ല, മറിച്ച് നിങ്ങളുടെ മനസ്സിൽ ഞങ്ങൾക്കൊക്കെ ഇത്രയും സ്ഥാനമുണ്ട് എന്ന് മനസ്സിലാക്കി തരുന്ന ഈ കൊച്ചു കൊച്ചു ഗെയിമുകളും കാര്യങ്ങളും ഇതൊക്കെ മനസ്സിനെ ഭയങ്കരമായിട്ട് സ്പർശിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്. വേറെ ഒന്നുമല്ല, എൻ്റെ ഒരു തിയറി, എവിടെ ചെല്ലുന്നു അവിടെ മാക്സിമം വർക്ക് ചെയ്ത് അവിടെ മാക്സിമം അവർക്ക് ആ സ്കൂളിന് വേണ്ടിയിട്ട് അത്രയും ചെയ്ത് കഴിയണം എന്നുള്ളൊരു ചിന്തയാണ്. അപ്പൊ ഇവിടെ ഞാൻ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല, പണി ചെയ്യണ കണ്ടാൽ അപ്പൊ കൂടെ ചെല്ലും. അങ്ങനെയാണ് ഞാൻ ജയശ്രീയുടെ അടുത്തേക്ക് ചെല്ലുന്നത്. അത് മാത്രമല്ല, അതൊക്കെ ചെയ്യാൻ ഇഷ്ടമാണ്, അതാണ് കാര്യം. രണ്ടാമത്തെ ദിവസം ഞങ്ങളുടെ യാത്രയുടെ രണ്ടാമത്തെ ദിവസമാണ് ഇത്. നമ്മുടെ ചങ്ക് ഞങ്ങൾ ഒരു റൂമിലായിരുന്നു. ദീപു സാറാണ്, എറണാകുളത്തുകാരനാണ്. ഞങ്ങൾ മേളത്തൂർ ലാബ് അസിസ്റ്റൻ്റ് ആയിട്ടുണ്ടായിരുന്ന ആളാണ്. അടിപൊളി, നമ്മൾ ദിൽക്ക ടുക്കട എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ കൂട്ടുകാരനാണ്.
ഞങ്ങൾ ഇങ്ങനെ രാവിലത്തെ പ്രകൃതി രമണീയമായിട്ടുള്ള സീൻ, അതായത് ആലുവ പുഴ, പ്രഗതി റിസോർട്ടിനോട് ചേർന്നിട്ടുള്ള ആലുവ പുഴയുടെ തീരത്ത് ഒരു ബാൽക്കണിയിലാണുള്ളത്. സാറ് പിന്നെ ബേസിക്കലി ഇവിടെ എറണാകുളത്തുകാരനാണ്. PWDയിലാണ്, ഇപ്പോൾ പാലക്കാട് ജില്ലയിലെ PWD ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ അടുത്ത വിശേഷങ്ങളായിട്ട് ഇതിൽ ബാക്കി സീൻസ് ആയിട്ട് വീണ്ടും വരും. ഓക്കെ, ശരി. മനസ്സിലായില്ലേ? തുടങ്ങിയ സന്തോഷം ഇന്നുണ്ടോ? ഒന്ന് ഫോട്ടോ ഇടണം കേട്ടോ. ഞങ്ങളുടെ സ്റ്റാഫ് ടൂർ കഴിഞ്ഞ് ഞങ്ങളുടെ തിരിച്ചെത്തിക്കൊണ്ടിരിക്കുകയാണ് സ്കൂളിലേക്ക്. എത്തി അല്പ സമയത്തിനകം നമ്മൾ നമ്മുടെ സ്കൂളിലെത്തും.